ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മതാകം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 16-ാം സങ്കീർത്തനം 2-ാം വാക്യം. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല. നീ എൻ്റെ കർത്താവായതിനാൽ ഞാൻ നിൻ്റെ ദാസനാണെന്നാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ കർത്തൃത്വത്തെ ദാവീദ് പൂർണ്ണമായി അംഗീകരിക്കുന്നു. താൻ ദൈവത്തിൻ്റെ ദാസനാകിയാൽ തൻ്റെ ആവശ്യങ്ങൾ ദൈവത്താൽ നിറവേറ്റപ്പെടുമെന്ന് ദാവീദ് ഉറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് താൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവം തന്നതാണെന്ന ബോധ്യത്തിലേക്ക് സങ്കീർത്തനക്കാരൻ എത്തുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവം തന്നതല്ലാതെ മറ്റെന്താണ് നമുക്കുള്ളത്? ഈ ആയുസ്സും ആരോഗ്യവും എല്ലാ നന്മകളും അവൻ്റെ ദാനമാണ്. അതുകൊണ്ട് ദാവീദിനെ പോലെ നമ്മുടെ കർത്തൃത്വം കർത്താവിനെ പൂർണ്ണമായി ഫലമേൽപ്പിക്കാം. അവനെ മാറ്റി നിർത്തി ഒരനുഗ്രഹവും നമുക്ക് വേണ്ട. നാം എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കൃപയും കരുണയുമാണ് എന്ന ബോധ്യതയിൽ ജീവിക്കുവാൻ ഈ നാളുകളിൽ നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തന്നതല്ലാതെ ഈ ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന ബോധ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.